ഇത് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോടിനടുത്തുള്ള അഖിലാണം ശിവക്ഷേത്രം. ഇവിടുത്തെ ശംഭു എന്നു പേരായ അമ്പലക്കാളയാണ് ഇവൻ. രാവിലത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് സ്ഥിരം കിട്ടുന്ന പഴത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് ശംഭു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ ശിവലിംഗമുള്ള, നിറയെ സർപ്പസാന്നിധ്യമുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിന് വേണ്ടിവരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതായത് പൂർണ്ണമായും സ്വയം പര്യാപ്തത നേടിയ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓർമ്മയിൽ 10 വയസ്സ് മുതൽ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇവിടെ ഈ ശ്രീകോവിലും ഒരു മുന്നിൽ കാണുന്ന ഒരു വലിയ അമ്പലം മാത്രം ഓടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമെല്ലാം വളരെ ഉയരത്തിൽ മണ്ണ് മൂടിക്കിടന്ന് പുറ്റുകളും സർപ്പങ്ങളും എന്ന് പറയണ്ടേ കാടുകളും പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ ഇവിടേക്ക് വന്ന് തൊഴാൻ തന്നെ സത്യത്തിൽ ആൾക്കാർ പേടിക്കും. അപ്പൊ എന്റെ കുട്ടിക്കാലത്തെ ഈ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ വീടുകളിൽ പിടിച്ച് കുടത്തിലാക്കി, വലിയ കുടത്തിലാക്കി വായ കെട്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ കൊടുത്ത് വിടുന്ന അനവധി കാഴ്ച ഞാൻ എന്റെ കണ്ണിൽ പിടിച്ചു കൊടുത്തിട്ട് കുടം വെച്ച് പൊട്ടിക്കാം. അപ്പൊ ഇവരെ ഈ സർപ്പങ്ങള് ചിലതവർക്ക് എടുക്ക് പോകാൻ കൂട്ടാക്കില്ല. അപ്പോ തിരുമല വന്ന് തീർത്ഥം തലശാക്കി പോകും. അത് ഈ കാട്ടിലേക്കും പുറ്റിലേക്കും പോണ അനവധി കാഴ്ചകൾ എന്റെ ചെറുപ്പകാലം കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വതേ ഇങ്ങോട്ട് തൊഴാൻ തന്നെ വരാൻ ആൾക്കാർക്ക് വളരെ പേടിയായിരുന്നു. കാരണം എവിടെ നോക്കിയാലും സർപ്പം അല്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ എന്നെ കുട്ടിക്കാലത്ത് തൊഴുമ്പോൾ ഇവിടെ അകത്ത് ഈ വള്ളി മുന്തി കാട കിടക്കുക, ഈ താഴ്ത്തിക നോക്കി നടക്കും. ഇവിടെ സർപ്പങ്ങൾ ഉണ്ടോ നോക്കിയാണ്. മുൻപത്തെ ശ്രീകോവിലിന്റെ അഴിവാതിലായിരുന്നു. അതിൽ സർപ്പങ്ങൾ ചുറ്റി കിടക്കുന്നത് ഞാൻ അനവധി വട്ടം കാണുണ്ടായിട്ടുണ്ട്. പല വട്ടം പിന്നെ സർപ്പം ശ്രീകോവിൽ ആദ്യം കയറിപ്പോണ് കണ്ടിട്ടുണ്ട്. അത് കേട്ടിരിക്കുന്നത് വ്രതശാന്തിക്കാർ, പള്ളശാന്തിക്കാരെന്ന് പറഞ്ഞു തരും. അദ്ദേഹത്തിന്റെ ഒക്കെ മുത്തശ്ശന്റെ കാലത്ത് ഇവിടെ ഇരുന്ന് ഭഗവാനെ പൂജിക്കുകയായിരുന്നു. അപ്പൊ ഈ ശിവലിംഗം, ഇപ്പൊ എന്റെ അനുഭവത്തിലും ഈ ശിവലിംഗം പണ്ട് കുട്ടിക്കാലത്ത് വരുമ്പോ കീഴ്പ്പെട്ട് നോക്കി തൊഴേണ്ടിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ നേരെ മേപ്പെട്ട് പൊന്തിക്കണം. അപ്പൊ ഇരുന്ന് ശാന്തി ചെയ്തതും ധാര ചെയ്തതുമായ ക്ഷേത്രം ഇപ്പോൾ ശാന്തിക്കാരൻ വളരെ ഉയർന്ന കൈ പൊക്കിയാൽ തന്നെ അഭിഷേകം ചെയ്യാൻ വളരെ പ്രയാസത്തിലാണ്. അപ്പൊ ഉദ്ദേശം ഈ ശിവലിംഗത്തിന് സുമാർ ഒരു 6 അടി ഉയരം ഒന്നായിട്ട് കാണുന്നു. ഒരു 2 ചില അടി വ്യാസം ഉണ്ട്. അങ്ങനെയും വലുതായിട്ടുണ്ട്. ഉയരം മാത്രമല്ല, പഴയ കാലത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇവിടെ ഈ ബിംബം വണ്ണം വെച്ച് ഒറ്റ പീഠമായിരുന്നു. ആ പീഠം വീണ്ടും പൊട്ടി. അപ്പോൾ ഈ ജലധാര ചെയ്യുമ്പോൾ കിഴപ്പിട്ടിറങ്ങി ഭഗവാന് കൃമികടാതിൽ കടിച്ച് എല്ലാം അസ്വസ്ഥമായിട്ടൊരു കാലഘട്ടം വന്ന സമയത്ത് ഈ പരിസരത്ത് ദുർമരണങ്ങൾ നിത്യസംഭവമായി മാറി. വളരെ ദൂരം തന്നെ ആൾക്കാർ വന്ന് ഇവിടെ ആത്മഹത്യ ചെയ്യാം, ഇങ്ങനെയൊക്കെ തുടങ്ങി ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിസ്റ്റം വന്നപ്പോൾ അന്ന് അഷ്ടമംഗല പ്രശ്നം നോക്കിയപ്പോൾ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, പീഠം പൊട്ടിയിരിക്കണം, എത്രയും പെട്ടെന്ന് ഇതെല്ലാം മാറ്റി ശുദ്ധികലശം നടത്താം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു വെക്കുകയും ശേഷം അന്ന് ഇങ്ങോട്ട് വരാൻ റോഡൊന്നുമില്ല. അപ്പം ഞങ്ങൾ 979 ഒരു പാലം കെട്ടുകയും പിന്നെ ഒരു വീട് പരിസരത്തൊന്നുമില്ല. ഈ പാളത്തോടെ ജനങ്ങളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ റോഡ് വെട്ടി 700 മീറ്റർ ദൂരം ഇവിടേക്ക് എത്തുകയും ക്ഷേത്രത്തിൽ ഒരു കാറ് വരാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു. ഈ കാറ് വന്നതിന് ശേഷം ഞങ്ങൾ ഈ പിരിവൊക്കെ എടുത്ത്, അന്നൊക്കെ പിരിവ് കിട്ടുക പറഞ്ഞാൽ ഒരു നാളികേരം 5 നാളികേരം 5 റുപ്യ, 1 റുപ്യ, 2 റുപ്യ, 10 റുപ്യാണ്. അങ്ങനെയുള്ള പിരിവെടുത്ത് ഞങ്ങൾ ഒരു 15,000 രൂപ സംഘടിപ്പിച്ചു. 15,000 രൂപ സംഘടിപ്പിച്ച് നവീകരണ കലശം നടത്തി. ആ കലശം നടത്തിയതിൽ ശേഷം ഇവിടെ 2 നേരം പൂജയ്ക്ക് ഇങ്ങനെ വന്നു. അതിനുശേഷം ഇവിടെ അഷ്ടമംഗല പ്രശ്നം പറഞ്ഞ മരുന്ന് നാൾക്ക് നാൾ അഭിവൃദ്ധി പരിസരത്തും ജനങ്ങൾക്കും ഇവിടെ ദേവനും ഒക്കെ വന്നിരിക്കണം. അപ്പൊ സ്വയംഭൂവായ ദേവൻ കാട്ടിലാണ് ഇരുന്നിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഓരോ പ്രവർത്തനം നടത്തി ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടേക്ക് ഇപ്പൊ നാളികേരം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. അതെ, ഈ കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത് ഒരു നാളികേരമോ ഒരു വാഴയില ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് കമ്മിറ്റിക്കാർ വെച്ചെന്നൊക്കെ കാണുന്ന ഈ തെങ്ങെല്ലാം പണ്ട് നാളികേരെല്ലാം പൈസ കൊടുത്ത് മേടിക്കായിരുന്നു. ഇപ്പൊ നമുക്ക് നാളികേരം ഇവിടെ ആവശ്യം കഴിഞ്ഞ് എണ്ണാട്ടാനും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വാഴ വെച്ച് ഇവിടെ എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പാടുണ്ട്, ഇത് 1 ഏക്കർ 64 സെന്റാണ് ഭൂമി നീക്ക എന്ന് പറയും. അതിനുശേഷം
ഞങ്ങൾക്ക് എന്തോ ഭഗവാൻ തോന്നിച്ചായിരിക്കാം ഞങ്ങൾ ഈ പരിസരത്തുള്ള ഭൂമികൾ 3 ഏക്കർ 6 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി ദേവനി മുതൽ കൂട്ടി. അതിൽ ഞങ്ങൾ ഇന്ന് വെടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ചു വരുന്നു. നെല്ല്, അതുപോലെ വാഴ, കരിമ്പ്, പിന്നെ നേന്ത്രവാഴ, കദളിവാഴ, പൂമ്പാഴ, അങ്ങനെ എല്ലാ തരം വാഴകളും ഞങ്ങൾ ചെയ്തു വരുന്നു. അമ്പലത്തിന് സ്വന്തമായിട്ടൊരു തൊഴുത്തുണ്ട്. അതെ, അമ്പലത്തിന് ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാ സാധനവും ഈ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇവിടെ കാലങ്ങളായിട്ട് വളരെ വിഷമമുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ തിരുവാതിരൂട്ട് എന്ന് പറഞ്ഞ അന്നദാനം നടത്തിയിരുന്നു. അതിനുശേഷം ഈ തിരുവാതിരൂട്ട് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം അസൗകര്യമായാണ് ഞങ്ങളൊരു മണ്ഡപം കയറ്റി ആ മണ്ഡപത്തിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ മാസം കൃത്യമായിട്ട് തിരുവാതിരൂട്ട് നടന്നു വരുന്നു. അതിൽ ഭക്തരെ വഴിപാട് വരാറുണ്ട്. ഒരു 10-300 ആൾ താഴെ തിരുവാതിര ഭക്ഷണം കഴിച്ച് പോകുന്നു. ഇപ്പൊ ഈ തൊഴുത്ത് എത്ര പശുക്കളുണ്ട്? അതെ, അങ്ങനെ ഇരിക്കുമ്പോ എല്ലാം ഇവിടെ നിന്നുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ പാല് മാത്രം ഒരു കാലഘട്ടം പൈസ കൊടുത്ത് മേടിക്കാം. അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഒരു പശുവിനും കുട്ടി ഇവിടെ കൊടുത്ത് കെട്ടാനുള്ള ഭാഗ്യം ഭഗവാൻ അനുഭവിച്ചു വന്നു. അതെ, അനുഭവിച്ചു വന്നപ്പോ ഇവിടെ പ്രസവിക്കുന്ന എല്ലാ കുട്ടികളും പശുക്കുട്ടികളെന്ന് പറയും. ഇല്ല, ഇത് ഭഗവാന്റെ ഒരു എന്താ പറയാ അനുഗ്രഹം തന്നെ പറയുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ കയ്യില് 8ഓളം പശുക്കളുണ്ട്, ഒരു നന്ദികേശുണ്ട്. ഈ പുറമെന്ന് ഞങ്ങളൊന്നും കാളക്കുട്ടികൾ വാങ്ങിക്കാറില്ല. അപ്പൊ അതിന് കൊടുക്കാൻ നോക്കാനും വിഷമമാണ്. അങ്ങനെ ഇവിടുത്തെ പുന്നത്തൂര് ഊരാളൻ രാമഭദ്രൻ രാജാവ് ഒരു നല്ല HF കാളക്കുട്ടിയെ 10 മാസം ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് ഞങ്ങൾ കാളയെ സ്വീകരിച്ചു. ആ കാളന്ന് 2 ചെല്ലം വയസ്സായിട്ട് വളരെ ഗംഭീര HF ഒറിജിനലാണ്. ഈ പശുക്കളെ എല്ലാം ക്രോസ് ചെയ്യാനും മറ്റും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആളെക്കൂട്ടം ഇവിടെ വരും, വരും. അത് ഉഷപൂജ സമയത്ത് 8 മണിക്ക് ഭഗവാനെ ഒരു പ്രതിഷ്ഠ വയ്ക്കാറുണ്ട്. പിന്നെ ഇവിടെ പാലഭിഷേകവും പാൽപ്പായസവും വളരെ പുരാതന കാലമായിട്ട് നടന്ന കാര്യമാണ്. അപ്പൊ അതും കൂടി ഞങ്ങള് പശുക്കളെ വളർത്തി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഈ ഇവിടേക്ക് വേണ്ടപ്പോ പാല് മുഴുവൻ ഇവിടുന്നാണ്. പാലും എല്ലാം ഉണ്ടാക്കും. പജ്ഞാഗവ്യം പൂജ ഒക്കെ ഇവിടുന്ന് ആരെയും ആശ്രയിക്കേണ്ട. അപ്പൊ ഞങ്ങൾ ഈ നെല്ലുണ്ടാക്കി അതിന്റെ വൈക്കോലും കൊടുക്കും. തികയാത്ത വൈക്കോലും ഞങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടാണ് ഇവരെല്ലാം സമയം. അത് നല്ല രീതിയിൽ മറ്റേ ഹൈടെക് തൊഴുത്ത് തന്നെ പറയാം. വെള്ളം ഓട്ടോമാറ്റിക് ആണ്. ഫാൻ എല്ലാം തൊഴുത്തുമ്പോ കാണാം. ഇവിടെ ഈ സർപ്പം ഭഗവാന്റെ വളരെ അടുത്ത അട്ടമാല നടത്തിയ സർപ്പാട് പ്രതിഷ്ഠയായിട്ട് ഭഗവാന്റെ ഉണ്ടായി. അത്രയും സത്യം എന്ന ഒരു കാര്യമാണ്. അത്രയും ഇവിടെ എല്ലാ ജാതിക്കാരും വഴിപാടും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതര ജാതിക്കാരെ വഴിപാടുന്ന സർപ്പത്തിന് ഇവിടെ വന്നു. ഇവിടെ വന്ന സർപ്പദോഷം എല്ലാം അകലും. അപ്പൊ നേരത്തെ പറഞ്ഞ നാരായണത്തച്ഛന്റെ കാര്യം നാരായണത്തച്ഛന്റെ ഒരു കാര്യം നാരായണത്തച്ഛൻ ഇവിടെ പരമഭക്തനായിരുന്നു. അദ്ദേഹം വളരെ ഭക്തിയോടുകൂടി ഈ ക്ഷേത്രത്തെ കാട്ടിൽ കിടന്ന കാലത്ത് ഇവിടെ വരാൻ തന്നെ പേടിക്കും. കാരണം നിറ സർപ്പങ്ങളും പുറ്റും കാട സമയത്ത് അദ്ദേഹത്തിന് പിറന്നാൾ ദിവസം കോളാമ്പച്ചെടി എന്ന് പറയുന്ന ഒരു ചെടി മഞ്ഞപ്പൂ കിട്ടും. അത്രയും എണ്ണം പിറന്നാളിന് വെക്കും. അപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ആകെ കോളാമ്പിടി മാത്രമേ കാണൂ. ബാക്കി ഒരു തെങ്ങോ വാഴയില പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം അത് വെക്കണ സമയത്ത് ഒരു ദിവസം ഉഗ്രവിഷമുള്ള സർപ്പം അദ്ദേഹത്തെ കടിച്ചു. അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായില്ല. നഞ്ഞത്തടിച്ചിട്ട് മൊത്തം എന്റെ മരണം എന്റെ മുമ്പിൽ തന്നെ എന്ന് പറഞ്ഞ് നേരെ ക്ഷേത്രത്തിൽ വരികയും അന്ന് ഒരു നേരം ശാന്തിയുള്ള ഒരു കാലഘട്ടം, രാത്രിയൊന്നും ഇല്ല. അദ്ദേഹം ആ തീർത്ഥം വാങ്ങി സേവിച്ച് ഭസ്മം വാങ്ങി അവിടെ പുരട്ടി അവിടെ കിടന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിന്റെ കാല് നീര് വന്ന് വെറുത്ത് പൊട്ടി. ആ ഭാഗത്ത് വെള്ളപ്പണ്ട് കാണിച്ചു തന്നു. അത് ഞാൻ ഇവിടെ കുട്ടിക്കാലത്ത് വന്ന നേരത്ത് അദ്ദേഹം ഈ മുണ്ട് ഉയർത്തിയിട്ട് ഞീരാന്റെ ഭാഗത്ത് ഇത് കണ്ടു എന്ന് വെച്ചപ്പോൾ എനിക്ക് എന്താ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ ഇവിടുന്ന് ഉഗ്രവിഷമുള്ള സർപ്പം കടിച്ച് ഞാൻ ഒരു മരുന്നും കഴിക്കാൻ ഇവിടെ കിടന്ന് രക്ഷപ്പെട്ട ആളാണ്. ഇവിടെ എന്താ വെച്ചാൽ കിരാതമൂർത്തി ഭാവത്തിലെ ഭഗവതിരിക്കണം. അപ്പൊ ഭഗവാൻ എല്ലാ ഭക്തരും കൃത്യമായിട്ട് പരീക്ഷിക്കുന്ന ഒരു രംഗം ഇവിടെ ഉണ്ട്. അപ്പൊ ഭക്തൻ ഉറച്ച ആളാണെന്ന് അദ്ദേഹത്തെ പരീക്ഷിച്ചാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞു തന്നത്, അദ്ദേഹം സിലോണിൽ നിന്ന് പഴയ കാലത്ത് ലാഞ്ചിയിൽ വരുന്ന കാലത്ത് ഈ ലാഞ്ച് കടലിൽ മറിയണം. അപ്പോഴടിച്ചു അദ്ദേഹം നെഞ്ചത്ത് മുത്ത എന്നെ രക്ഷിച്ചായ നടക്കിൽ ദിവസം വെക്കാം. അദ്ദേഹം പറഞ്ഞു ആ ലാഞ്ച് ഉടനെ നിവരുകയും രക്ഷപ്പെട്ടു വരികയും നാട്ടിൽ വന്ന് ആദ്യമായിട്ട് ഒരു ദേവസ്തംഭം പണിത് അതിന്റെ പേര് ഇതിന് നാരായണ എഴുത്തച്ഛൻ നടക്കിൽ വെച്ചു. അപ്പൊ ആ ദേവസ്തംഭം അദ്ദേഹം സമർപ്പിച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ ധൈര്യമായിട്ട് പഞ്ചാക്ഷരം ജപിച്ചു, ഞാൻ ചെറുപ്പാണ്, എന്റെ ഭാവി ഭഗവാൻ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് 10 വയസ്സാണ്. ഞാൻ ശിവൻ ക്ഷപ്രകോപ എന്ന് കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും സധൈര്യം ആ പഞ്ചാക്ഷരം ജപിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ ഇന്ന് വരെ, എനിക്ക് 71 വയസ്സായി, എല്ലാം ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. KSCBയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടം
PSC എഴുതി 19 വയസ്സിൽ കയറി 36 വർഷം സർവീസ്, 55 വയസ്സാണ് അന്ന് കാലഘട്ടം. അന്ന് ഒരിക്കലും ട്രാൻസ്ഫർ ഉണ്ടായിട്ടില്ല. ഈ ഭഗവാന്റെ കാലം ഞാൻ 10 വയസ്സിൽ പിടിച്ച് കിടക്കുകയാണ്. ഇന്നും ആ പിടിവിട്ടിട്ടില്ല. ഭഗവാന്റെ ഒന്നും ചോദിക്കാറില്ല. ഇവിടേക്ക് 36 വർഷം ഒരൊറ്റ സ്ഥലത്താണ് സർവീസ് ഇല്ല, സർവീസ് ട്രാൻസ്ഫർ ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ. അപ്പൊ ഭഗവാൻ കയ്യിലുണ്ടെന്നുള്ള വിശ്വസിച്ചൊരു കാര്യമാണ്. 36 കൊല്ലം എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടായിട്ടില്ല. പെൻഷൻ പറ്റി വരികയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ റോഡ് പൊട്ടിയ കാലത്ത് വരാൻ പറ്റി. നമുക്ക് റോഡിൽ കളച്ച ഒരാളാണ്, പൈസ കൊടുക്കവിടെ ഇല്ല. അപ്പൊ ഭഗവാനെ എന്നും ദർശിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ അതുകൊണ്ടാണ് ഈ 36 കൊല്ലം എനിക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുത്തപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുത്തപ്പൻ പൂജ കഴിച്ചിട്ടുണ്ട് ഇവിടെ. മുത്തപ്പൻ പൂജ കഴിക്കുന്ന സമയത്ത് ചെറുതായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്നൊരു 3 കൊട്ട പൂവ് കൊണ്ടത് മൂടാൻ പറ്റും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് 3 കൊട്ടയല്ല, 10 കൊട്ടയായാലും 20 കൊട്ടയായാലും കൂടി മൂടാൻ പറ്റില്ല. അത്രയും വലിയ വിഗ്രഹമാണ് അത്. കിരാതമൂർത്തി ഭാവത്തിലുള്ള ശിവനാണ്. കിരാത കാട്ടിന്റെ ഉള്ളില് നടുക്കില് നിൽക്കുന്ന ഒരു മരത്തിന്റെ ഇടയിൽ മറിഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള കിരാതമൂർത്തി ഭാവത്തിലുള്ള ഒരു ശിവന്റെ ഇതാണ്. അതും പറഞ്ഞതെന്താ ഇവർ പറഞ്ഞത് തന്നെയാണ്, വല്യച്ഛനൊക്കെ പറഞ്ഞതാണ്. ഇവിടെ സ്ഥിരമായിട്ട് മൃത്യുഞ്ജോമം സ്ഥിരമായിട്ട് മൃത്യുഞ്ജോമുണ്ട്. ദിവസവും ഉണ്ട്, 365 ദിവസവും മൃത്യുഞ്ജോമുണ്ട്. ഇപ്പൊ മാസത്തിൽ 1 എന്നുള്ള കണക്കില് മഹാമൃത്യുഞ്ജോമുണ്ട്. പിന്നെ ഒരു മാസത്തിലൊരു 5 ദിവസമെങ്കിലും 108 കൂടെ ധാര ഉണ്ടാവും, പ്രധാനപ്പെട്ട വഴിപാടായിട്ട്. പിന്നെ മാസത്തിൽ 1 1000 കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കുറച്ച് കുറവാണ്, എന്നാലും 1000 കൂടെ അധികം മാസത്തിൽ 1 ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇതിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ സർപ്പത്തെ കാണാറുണ്ടോ? മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഒരു കുറുങ്കാട് അദ്ദേഹം എന്റെ ഇല്ലത്തിന്റെ അടുത്ത് തന്നെയാണ്. അദ്ദേഹം ഇവിടെ പൂജ കഴിക്കുമ്പോൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അവര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ തിരുമേനി കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. പുറത്തൊക്കെ കണ്ടപ്പോ ഒരു ദിവസം 4 ദിവസം മുമ്പ് ഇവിടെ ഈ മുക്കിൽ കണ്ടിട്ടുണ്ട് ഒരു പാമ്പിനെ. സർപ്പം ഇവിടെ ഒപ്പുള്ളതാണ്, അത് സംശയമില്ല. ഒപ്പുള്ളതാണ്. ഇതിനകത്ത് ചിലപ്പോ കണ്ടു വെച്ചാലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് മുമ്പുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഏത് രാജ്യത്ത് നല്ല പാമ്പിനെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാലും ആ പാമ്പിനെ കുടത്തിലൊക്കെ ആക്കിയിട്ട് ഇവിടെ കൊടുന്ന് വിടും. അന്ന് ഇവിടെയൊക്കെ ഭയങ്കര കാടായിരുന്നു. ഈഞ്ഞമുള്ള് ഈ അമ്പലത്തിന്റെ ഈ ഭാഗത്തൊട്ടാകെ ഭയങ്കര കാട്. അതിലേക്ക് വിട്ടാക്കിയ പിന്നെ ആർക്കും ഒരു അനർത്ഥമൊന്നും ഉണ്ടാവില്ല. ആ പാമ്പിനെ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങള് പൊന്നൂറയില് വിളക്കയ്ക്കാൻ പോയതാ. വിളക്കയ്ക്കാൻ പോയിട്ട് വരുമ്പോ നങ്ങി ദീപാരാധന കഴിഞ്ഞിടക്കുന്നു. അന്ന് വലിയ തിരുമേനിയായിരുന്നു കേട്ടോ ഇവിടെ. പഴയ കാലത്തെ തിരുമേനിയായിരുന്നു. മരുളും ഞാനും കൂടിയിട്ട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ തിരുമേനി ഒരു ഭാഗം വാതിൽ ചാരിയുണ്ട്. അപ്പം നങ്ങി ചിറ്റമ്പലം പോയി തൊഴണ്ടാന്നും കണക്കാക്കിയിട്ട് കടന്നിട്ട് ഇവിടെ നടക്കിൽ നിന്ന് തൊഴുതിട്ട് ഇങ്ങനെ തൊഴുത് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മരുള് മുമ്പുണ്ട്. അപ്പൊ ഈ ഒരു യാതി കിളികള് വന്നിട്ടേ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണാവോ വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ വലിയൊരു പാമ്പ് പടം വിരിച്ചിട്ട് ഇവിടെ ഈ നടക്കിലിങ്ങനെ നിൽക്കുക. എൻ്റെ മകൻ ആട്ടപ്പൊടി മേടിക്കാൻ ആ പീടികയിലേക്ക് പോയി. പീടിയെന്ന് വന്നപ്പോ അന്ന് ചുറ്റുമതിലും ഈ മതിലൊന്നും ഇല്ല കേട്ടോ. എന്നോട് പറഞ്ഞു, എന്താ അമ്മ അവിടെ നിൽക്കുന്നു, പോരുന്നില്ലേ ചോദിച്ചു. ഞങ്ങളെ ഇളകിയ എന്താ ഇത് കാട്ടെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ അത് കുളത്തിന്റെ അവിടേക്ക് ഒരു ചീക്കര അങ്ങോട്ട് നീങ്ങി നിന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി. അങ്ങനെ പലപ്പോഴും പാമ്പിനെ കാണും. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ കെട്ട് നിറയ്ക്കുമ്പോ എന്റെ വീട്ടിലുള്ളവരെല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരും വന്നിട്ട് 2 ബസ്സാന്ന് ഇവിടുന്ന് പോകുന്നുണ്ട്. കെട്ട് നിറയ്ക്കുമ്പോ പിന്നെ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നേർക്കോലിൻ്റെ കുട്ടി ഉള്ളിന്ന് ശ്രീകോലിൻ്റെ ഉള്ളിന്ന് ഇങ്ങനെ പെടഞ്ഞിട്ടുണ്ട് വന്നു. അപ്പം എല്ലാവരും പറഞ്ഞു അതൊരു നേർക്കോലിൻ്റെ കുട്ടിയാണ്, അതിനെ തോണ്ടിയിട്ടങ്ങോട്ട് ആക്കുക പറഞ്ഞു. തോണ്ടിയിട്ട് അങ്ങോട്ട് ആക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഇല ചീന്തിയ തണ്ടുണ്ടാവുമല്ലോ, വാഴൻ്റെ തണ്ട്, അതെടുത്തിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് തോണ്ടിയോട് കൂടിയിട്ട് അത് ഇന്നതാ സാധനം പറഞ്ഞു. വാല നിലത്ത് കുത്തിയിട്ട് ഇങ്ങോട്ട് നേർന്ന് നിന്നോട് കൂടിയിട്ട് എല്ലാവരും അയ്യോ ഇത് നീർക്കോലിൻ്റെ കുട്ടിയൊന്നല്ല കേട്ടോ. അപ്പൊ ഉള്ളിൽ നിന്നാണ് ഇത് ഇങ്ങനെ പടഞ്ഞു വന്ന് ഈ ഒരു വിരല് വണ്ണേ ഉള്ളൂ കേട്ടോ സാധനം. അത് എന്നിട്ട് പിന്നെ കുടം കൊണ്ട് ഇവര് ഭജന കൊട്ടാൻ വേണ്ടിയിട്ട് കുടം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് നിരവധി അനുഭവങ്ങളാണ്. അനവധി അനുഭവങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇത് മഹാമൃത്യുഞ്ജയം നടക്കുന്ന ഹോമകുണ്ടാണ്. ശരിക്ക് ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രത്തിലൊക്കെ മൃത്യുഞ്ജയം ഉണ്ടാവാറുണ്ട്. ഇവിടെ മഹാമൃത്യുഞ്ജയം എന്ന് പറയുന്ന വളരെ വിശേഷമായിട്ടുള്ള ഇതുണ്ട്. വളരെ ബുദ്ധിമുട്ടില് മൃത്യുവിനെ ജയിക്കാൻ വേണ്ടിയിട്ട്
ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ് മൃത്യുഞ്ജയ ഹോമം. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിൽ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മരണത്തിന് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇവിടെ മഹാമൃത്യുഞ്ജയം ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ള കഥകൾ നിരവധിയാണ്. ശേഷം ഇവിടെ പശു നോക്കുന്ന ആൾ തന്നെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന രാജൻ എന്ന് വിളിക്കുന്ന ആള് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ബോർ കുഴിച്ചു, അതിൽ സമൃദ്ധി വെള്ളം. അപ്പോൾ ഞങ്ങൾ മോട്ടർ വാങ്ങി സ്ഥാപിച്ച് എല്ലാം കൃഷിക്കുന്ന നിരക്കുകയാണ്. ഏതെങ്കിലും മോട്ടർ കംപ്ലൈന്റ് എന്റെ വെള്ളം. അപ്പൊ ഇത് ശരിക്കും ഈ ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിന്റെ ഒപ്പം പൂർണ്ണമായിട്ടുള്ള ഒരു പശു, വാഴ, നെല്ല്, കരിമ്പ്, തെങ്ങ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കായ്ക്കുന്ന രുദ്രാക്ഷം ഇവിടെ നിൽക്കുന്നുണ്ട്. 2 രുദ്രാക്ഷം ഇവിടെ കായ്ക്കുന്നുണ്ട്. അതെ. അപ്പൊ അതും ഭഗവാൻ തന്നെയാണ്. ഞങ്ങൾക്ക് എന്ത് വേണോ ഭഗവാൻ തന്നെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ പറമ്പും താക്കോല അമ്പലത്തിലാണ്. 50 സെന്റ് തെങ്ങും പറമ്പ് എന്റെ പറമ്പാണ്. ഒക്കെ ഇവിടെയാണ്. എന്തും എടുക്കാം, ഞങ്ങളോട് ചോദിക്കണ്ട. ഇളനീരോ വാഴയോ. പിന്നെ ഈ ശംഭു എന്ന കാളയ്ക്ക് നിത്യവിടെ പണം കൊടുക്കും, അമ്പലം പ്രദക്ഷിണം വെച്ചാൽ. അതിനുള്ള നിറയെ വാഴ ഇവിടെ എന്റെ പറമ്പിലുണ്ട്. അത് വെട്ടി പഴിപ്പിച്ചാൽ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ഭഗവാൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ഇതൊക്കെ പശുക്കള് അവരെല്ലാ അതായത് മനുഷ്യരെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ ഇവരെ ശ്രദ്ധിക്കണം. ഇവരെ കാര്യം കഴിച്ചാൽ ഞങ്ങൾ വേറെ കാര്യം ചെയ്യും. വളരെ വൃത്തിയായിട്ട് ഒരേ നമ്മുടെ കുട്ടികൾ അരേ നടത്തുന്നുണ്ട്. നമ്മുടെ മക്കള് മുത്തശ്ശി അങ്ങനെ ഇതായിട്ടാണല്ലേ? ഒക്കെ പശുക്കുട്ടികളാണ്, എല്ലാം പശുക്കുട്ടികളാണ്. അപ്പൊ ഞങ്ങൾ കറക്കും, പാലഭിഷേകവും. പിന്നെ ഈ ഇവിടുന്ന് പോണ കഴുകുന്ന വെള്ളം, ഗോമൂത്രം എല്ലാം അവിടെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ കളക്ട് ചെയ്യും. അവിടുന്ന് ഞങ്ങള് മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് അത് ഇവിടുത്തെ ഈ തീറ്റപ്പൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പാടത്തെ കൃഷികൾക്കെല്ലാം റോഡ് ക്രോസ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പൊ ഒന്നും വേസ്റ്റ് ആക്കാൻ ചെയ്യണം. പിന്നെ ഇതിന്റെ മുകളിൽ വൈക്കോൽ സൂക്ഷിക്കാൻ വേണ്ടി പരണ്ടാക്കി മുകളിലല്ലേ. അപ്പോ ഇപ്രാവശ്യം ഞങ്ങള് കൃഷിയിൽ ഇവിടെ നഷ്ടമായി. ഈ പ്രദേശം മൊത്തം കൃഷി കേടുന്നുണ്ട്. 80,000 രൂപയ്ക്ക് കാശ് കൊടുത്ത് വൈക്കോല് വാങ്ങിച്ച് സൂക്ഷിച്ചിരിക്കണം. ഇവർക്ക് സമൃദ്ധിയാണ്. തീറ്റപ്പല്ലുണ്ട്, ഡെയിലി കൊടുക്കും. തീറ്റപ്പല്ലും വൈക്കോലും മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ നല്ല നല്ല കാലിത്തീറ്റ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇത് ഇവരെ വളർത്താൻ നല്ലൊരു ചെലവൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിലെ മോഹമാണ് ഇവരെ വളർത്തല്. ദൗത്യമാണ് കണക്കാക്കുന്നത്. എന്ത് പറഞ്ഞപ്പോ നടക്കാനും ഇതൊക്കെ പറഞ്ഞു. അതായത് മരുന്ന് കഴിക്കാതെ നടക്കാൻ പറഞ്ഞു. അപ്പൊ തോന്നി എനിക്ക് എന്തായാലും അമ്പലത്തിലേക്ക് വന്നിട്ട് വെച്ച് തൊഴലും കഴിഞ്ഞു, നടക്കലും കഴിഞ്ഞു. അങ്ങനെ അതേമാതിരി വന്ന ഭയങ്കര വഴിപാട് കഴിക്കലും കാര്യങ്ങളും ഇതൊക്കെയായി അങ്ങനെ കുറെ നാൾ വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ പിന്നെ തോന്നി എന്നും വന്ന് ഇങ്ങനെ തന്നെയാണ്. പുറത്ത് പറയും പോലെ കുറച്ചൊക്കെ ചെടികളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച അത് ഇവിടുത്തെ ആവശ്യത്തിനും കൂടി ആയില്ലേ. ഞാൻ എന്ന് വരുമ്പോഴും ഭഗവാനെ കാണുന്നത് ഒരേമാതിരി തന്നെയാണ്. ഇതാകുമ്പോ ഈ ചെടികൾ അപ്പൊ കുറച്ചു നേരം അവിടെ ചെലവ് ചെയ്യണത് ഇവിടെ ചെലവ് ചെയ്താലും അവിടെ ആയാലും ഇവിടെ ആയാലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെയാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ചെടികളും ഇതൊക്കെ വെച്ച് ഇതേമാതിരി തെച്ചിയും പിന്നെ തുളസിയും ഇതൊക്കെ വെച്ച് ഇതേമാതിരി ഇങ്ങനെ വന്നപ്പോ തോന്നി. പിന്നെ അതേമാതിരി അവിടെ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ആൾക്കാർക്ക് ഈ ചെടികൾ കാണുമ്പോ അതായത് അതും മനസ്സിനൊരു സന്തോഷം. ഭഗവാന്റെ ഇതിന്റെ ആവശ്യങ്ങളും നടന്നു. അപ്പൊ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 18 കൊല്ലായി. അതായത് ഇപ്പൊ സ്ഥിരം എന്ന് പറഞ്ഞ മാതിരി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്താ വെച്ചാ ഈ ആദ്യമൊക്കെ ഇങ്ങനെ ഇതുണ്ടായിരിച്ചാലും പിന്നെ എന്താ വെച്ചപ്പോ അവിടെ ഇതാവണേക്കാൾ കൂടുതൽ ഇവിടെ ചെയ്താലും എന്റെ മനസ്സും അവിടെയും നമ്മുടെ വീടും ഈ ഇവിടെ അമ്പലം എങ്ങനെയാ അതാണ് ഇപ്പൊ എന്റെ അത്. അതായത് വീട്ടിലേക്ക് നമ്മൾ ചെലവ് ചെയ്യും അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കും ചെയ്യണമെന്ന് നമ്മൾ അവിടെ നിന്ന് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല നമ്മുടെ വീട്ടിൽ ചെയ്യണത്. അതുപോലെ നമ്മൾ ഈ അമ്പലത്തിൽ വേണ്ടിയിട്ട് എന്ത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഞാൻ അതേ കാണുന്നുള്ളൂ. അതിന്റെ ഗുണം എനിക്ക് എന്താന്ന് വിചാരിച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അതിന്റെ അത് അനുഭവിക്കണത് അത് എന്താന്ന് വെച്ചാൽ അനുഭവിക്കുന്നത്. അപ്പൊ എനിക്ക് അതേ പറയാലോ, നമ്മുടെ വീട് മാതിരി തന്നെ നമ്മൾ ഈ അമ്പലത്തിന് അതായത് അവിടെ ചെന്നാൽ അങ്ങോട്ട് ഭഗവാന്റെ കാര്യങ്ങൾ മുഴുവൻ നിറവേറ്റി തരും വിചാരിച്ചിട്ടുള്ള ആ ഒരു മനസ്സ് തരുത്. ആ നമ്മുടെ വീട് നമ്മളെങ്ങനെയാ വിചാരിച്ച ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല തന്നെയാണ്. അതായത് അവിടെ ഇരിക്കണ ഭഗവാനും നമ്മളും ഒന്നാണ് എന്നുള്ള ആ ഭഗവാനെ നമ്മൾ എന്താ വെച്ചാൽ കാണുന്നത് അതിലേക്ക് നമുക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭഗവാനെ ഇങ്ങനെ ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെയാണ് ഇപ്പൊ ഇവിടെ അതും എന്റെയാണ് ഇതും എന്റെയാണ് എന്നുള്ള ആ ഒരു എന്താന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭഗവാനും പ്രകൃതിയും ഒന്നാകുന്ന വളരെ വിശേഷമാർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് അഖിലാണ്ട ക്ഷേത്രത്തിലേത്. ആ അഖിലാണ്ട ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങൾക്ക് മാതൃക കൂടിയാണ്. ഇവിടേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയും അവിടെ തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത് ഇവിടുത്തെ നല്ല രീതിയിൽ ഈ ക്ഷേത്രം നടന്നു പോകുന്നു. എന്തായാലും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം.
അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നമസ്തേ.